നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഭുവനേശ്വർ കുമാർ എത്ര കൊല്ലമായി അല്ലേ? ഒരു പതിറ്റാണ്ടിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു കേൾക്കുന്ന പേരാണ് ഭുവനേശ്വർ കുമാർ. എപ്പോഴും ബാറ്റർ അടിച്ച് പറത്തിയാലും ചിരിക്കുന്ന മുഖവുമായി ശാന്തനായി ക്ഷമയോടെ ഇന്നേ വരെ അയാൾ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. അത്തരത്തിൽ അച്ചടക്കമുള്ള ഗംഭീര സ്വിംഗ് ബൗളറാണ്. സ്വിങ്ങിങ് കണ്ടീഷനിൽ അയാൾ വല്ലാതെ അപകടകാരിയായ ഒരു ബൗളറാണ്. ഇന്ന് അത് വീണ്ടും തെളിയിക്കപ്പെട്ടു. എപ്പോഴും ഭുവനേശ്വർ കുമാർ നന്നായി ബൗൾ ചെയ്താലും അയാൾ ശാന്തനായതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാറില്ല. നിശബ്ദനായ പോരാളിയാണ് ഭുവനേശ്വർ കുമാർ, അക്കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് വീണ്ടും RCBക്ക് വേണ്ടി ആ നിശബ്ദനായ പോരാളി തീ തുപ്പി, അങ്ങനെ തന്നെ പറയണം. 3 ഓവറിൽ 5 റണ്ണ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി അതിഗംഭീരമായിട്ട് പന്തെറിഞ്ഞു. ഗംഭീരമായ ലൈനും ലെങ്ത്തുമായിരുന്നു. ഗംഭീരമായി പന്തെറിഞ്ഞു. RCBക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച തുടക്കം ഭുവനേശ്വർ കുമാർ നൽകി. മറുവശത്ത് ജോഷ് ഹേസൽവുഡ് എന്ന അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പാർട്ട്ണറും ഗംഭീരമായി ബോൾ ചെയ്തു. അദ്ദേഹവും 4 വിക്കറ്റ് വീഴ്ത്തി. എന്തായാലും അസാധാരണമായ ഭുവനേശ്വർ കുമാർ എക്കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ, അർഹതയ്ക്ക് അനുസൃതമായി അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ ഒരു ബൗളറാണ്. നിശബ്ദനായ പോരാളി തന്നെയാണ് ഭുവനേശ്വർ കുമാർ. അദ്ദേഹം അതിഗംഭീരമായി ബൗൾ ചെയ്യുകയും ഒന്നും മിണ്ടാതെ നിശബ്ദനായി ഇതൊക്കെ തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ബൗളറാണ്. ഒരു അഭ്യാസങ്ങൾക്കും ഒരു കാട്ടിക്കൂട്ടലുകൾക്കും നിൽക്കാത്ത ഭുവനേശ്വർ കുമാർ ഇന്ന് ഉജ്ജ്വലമായി ബോൾ ചെയ്തു. ആ കാഴ്ച അതിഗംഭീരമായിരുന്നു. ഭുവിയുടെ ആ ഒരു ഉഗ്രൻ സ്പെൽ, അപ്പോഴും അദ്ദേഹം വളരെ നിശബ്ദനായി, വളരെ പാകതയോടെ, വളരെ പക്വതയോടെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പന്തെറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിഗംഭീരമായിരുന്നു ഭുവനേശ്വർ കുമാർ. ഒരു പതിറ്റാണ്ടിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റിന് പല നിലയിൽ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഭുവനേശ്വർ കുമാർ ഇന്ന് ഉജ്ജ്വലമായിട്ടാണ് താങ്കൾ പന്തെറിഞ്ഞത്.